ആറന്മുള വള്ളസദ്യ നേരിട്ട് നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ പ്രതിഷേധം. പെയ്ഡ് വള്ളസദ്യയാണെന്ന് ചൂണ്ടിക്കാട്ടി വഞ്ചിപ്പാട്ട് പാടിയാണ് പള്ളിയോട സേവാ സംഘം പ്രതിഷേധിച്ചത്. നൽകി ബുക്ക് ചെയ്യുന്നവർക്ക് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ വള്ളസദ്യ നൽകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ശശിനാരായണൻ ചേർന്ന വിവരങ്ങളുമായി. ശശിനാരായണൻ, കഴിഞ്ഞ ദിവസങ്ങളായി വലിയ പ്രതിഷേധമുണ്ട്, വിശദാംശങ്ങൾ. ആറന്മുള പള്ളിയോട് നൽകുന്ന ഈ വള്ളസദ്യയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി ഉണ്ടാകുകയാണ്. അത് പ്രധാനമായും ഈ പള്ളിയോട് സേവാ സംഘം നൽകുന്ന വള്ളസദ്യ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു നടത്തുന്നു എന്നൊരു ആരോപണമാണ് ഈ പള്ളിയോട് സേവാ സംഘം പ്രധാനമായി ഉന്നയിക്കുന്നത്. 250 രൂപ അടച്ചാൽ ഈ പള്ളിയോട് സേവാ സംഘം നൽകുന്ന വള്ളസദ്യ ലഭിക്കും എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിട്ടുള്ളത്. അതിന്റെ പ്രകാരം ഇന്ന് അവിടെ ആദ്യഘട്ടത്തിലുള്ള വള്ളസദ്യ നൽകുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ ഈ പള്ളിയോട സേവാ സംഘം ഉന്നയിക്കുന്ന ഒരു വിമർശനം, ക്ഷേത്രത്തിനകത്ത് ആചാരപരമായി പള്ളിയോടങ്ങളെ സ്വീകരിച്ചു കൊണ്ടുവന്ന വള്ളസദ്യ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ പള്ളിയോട സേവാ സംഘം പ്രധാനമായി ഉന്നയിക്കുന്നത്. കാരണം അത് ആചാരപരമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ പള്ളിയോടങ്ങളെ സ്വീകരിക്കണം, പിന്നീടാണ് വള്ളസദ്യ നൽകുന്നത്. അത് സാധാരണഗതിയിൽ വാണിജ്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് ദേവസ്വം ബോർഡ് പള്ളിയോടങ്ങളെ സ്വീകരിക്കാതെ 250 രൂപ ഈടായിക്കൊണ്ട് ആറന്മുള വള്ളസദ്യ നൽകുന്നത് ആചാര ലംഘനമാണെന്നാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമർശനവും പ്രതിഷേധവും ഉയർന്നത്. ഇന്ന് ദേവസ്വം ബോർഡ് ആദ്യമായി 250 രൂപ ഈടാക്കിക്കൊണ്ട് വള്ളസദ്യ നൽകിയിരുന്നു. അതിനെതിരെയാണ് പ്രതിഷേധം പള്ളിയോട സേവാ സംഘം ഭാരവാഹികളും പ്രവർത്തകരും ക്ഷേത്രത്തിനുള്ളിൽ സംഘടിപ്പിച്ചത്. അത് വഞ്ചിപ്പാട്ട് പാടിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതേസമയം പള്ളിയോട സേവാ സംഘം പറയുന്നത് ഈ വള്ളസദ്യ നൽകുന്നതിന് ദേവസ്വം ബോർഡ് നൽകുന്നതിന് എതിർപ്പില്ല. പക്ഷേ അത് ക്ഷേത്രത്തിന് വെളിയിൽ നൽകണം എന്നുള്ളതാണ് അവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ പള്ളിയോടങ്ങളെ സ്വീകരിച്ച് ആചാര അനുഷ്ഠാനങ്ങൾക്ക് കൂടി മാത്രമേ വള്ളസദ്യ നൽകാൻ പാടുള്ളൂ. അത് ലംഘിക്കുന്ന തരത്തിലാണ് ദേവസ്വം ബോർഡ് നടത്തുന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എന്നൊരു പ്രതിഷേധം വഞ്ചിപ്പാട് പാടി ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ ഒരു പ്രതിഷേധവുമായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ എത്തിയത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.